വെൽക്കം ബൈ ഗൈസ്. നമ്മൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ പയ്യൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി അവൻ വന്നു കേട്ടോ. എടാ പൈസ തരാമോ? പൈസ തരാം, ഞാൻ ജീപ്പ് ചെയ്ത് തന്നാൽ മതിയോ? ജീപ്പ് തന്നാൽ മതിയടാ. അല്ലെങ്കിൽ പൈസ വേണ്ടോ ജാക്കേ? അതൊന്നും അങ്ങനെ പറ്റില്ലടാ. ഞാനാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ നിൻ്റെ ഒന്ന് മേടിച്ചോണ്ട് പോയതിന് ഒന്നും കൊള്ളൂലടാ. ഞാൻ നിനക്ക് എന്തായാലും തരും കേട്ടോ. എന്തായാലും എന്നാ പിടിച്ചോ. എന്നാ വന്നടാ. എടാ അന്ന് വേണ്ടായിരുന്നു. സാരമില്ലടാ, നീ പുതിയ ലംബോർഗിനി എടുത്തോ? എടുത്തടാ. അപ്പം എന്തായാലും ഞാൻ പോവാട്ടോ. എന്തായാലും നീ പോയിക്കോ. നീ എങ്ങനെയാ പോണേ? നടന്ന്. അപ്പം എന്തായാലും നമുക്കെന്തായാലും പോവാം. അവനാണെങ്കിൽ നടന്നാ പോകണമെന്ന് പറഞ്ഞു. ബസ് കയറി പോയിക്കോളും. അവന് ബസ്സിൽ കയറി പോകുന്ന ഇഷ്ടം, വേറെ വണ്ടിയിലൊന്നും പോകാൻ ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും അപ്പം എന്തായാലും ഇവന്മാരൊന്നും ഈ വണ്ടിയുടെ ഇടയ്ക്ക് കയറിയിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഒരു പുതിയ ഗെയിമിംഗ് റൂം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പോകട്ടെ. എന്തായാലും ഈ വീട്ടിലേക്കുള്ള വഴി മറന്നുപോയില്ല ഞാൻ. എവിടെ ആയിരിക്കും അറിഞ്ഞൂടെ എനിക്ക്. ഏത് സ്ഥലമാണെന്ന് പോലും മനസ്സിലായില്ല എനിക്ക്. ഈ വഴി പോയി നോക്കാം. ഈ വഴി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഈ വഴിയാണോ എന്ന് ആർക്കറിയാം. അല്ലെങ്കിൽ എന്നാന്ന് അറിഞ്ഞൂടെ. അവനാണെങ്കിൽ എന്താണെങ്കിൽ ഞാൻ അവന് പൈസ കൊടുക്കാൻ വിളിച്ചു കേട്ടോ. എന്തായാലും അവന് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഉണ്ടല്ലോ അവൻ്റെ ഇതാണെങ്കിൽ മറ്റേ ഒരു ഇൻവേർട്ടർ വാങ്ങിച്ചോണ്ട് പോയാണ് കേട്ടോ. അവൻ്റെ ഞാൻ എന്തായാലും ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ കൊണ്ടാണെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറണ്ടുകാരനെ വിളിച്ചത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ ഈ വണ്ടിക്ക് വണ്ടിക്കകത്ത് തന്നെ ഞാൻ തൊട്ട് കാണിച്ച വണ്ടി നമ്മുടെ ലംബോർഗിനിയിലായിട്ട് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ എന്തായാലും ആണെങ്കിൽ ഗൈസ് ഞാനും ഫിലിപ്സും വന്നായിരുന്നു കേട്ടോ. എന്തായാലും അപ്പോൾ എന്തായാലും ഷിൻജാനാണെങ്കിൽ ഇവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഗൈസ്. നമുക്കെന്തായാലും വീട്ടിൽ പോവാം. അമ്മേ എവിടെ നോക്കിയാടോ ഓടിക്കണേ? എൻ്റെ പൊന്നെ, ഇയാളൊന്ന് എന്നാ കൊപ്പുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങണം. ഒന്നാമത് തന്നെ ഈ റോട്ടിൽ കിടന്ന് ഞാനുള്ള കാര്യം കിടന്ന് പറയണില്ല. എനിക്കുള്ള കാര്യം കിടന്ന് പറയും. അല്ലെങ്കിലും ഈ കാറ് കൊണ്ട് ഗ്യാരേജ് ഇടാട്ടോ. എന്തായാലും ഫോൺ ശരിയായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇതാട്ടോ, ഞാൻ ഇവിടെ ചെറുതായിട്ട് താത്തി വെച്ചിട്ടില്ലേ, അതാ ഗൈസ്. നമുക്കെന്തായാലും ഇറങ്ങാട്ടോ. എന്തായാലും എത്ര നേരമായി ഡ്രൈവ് ചെയ്തിട്ട് മടുത്തു. ഞാൻ എല്ലാത്തിനും കൂടെ കുറച്ച് കിടക്കാമെന്ന് ഓർത്തു. ഞങ്ങൾക്ക് ഗെയിമിംഗ് റൂം കാണിച്ചു തരാം കേട്ടോ. എന്തായാലും എന്താ ഫീൽസ് ആയിരിക്കും അവിടെ കയറി എന്തെങ്കിലും പണിതോ? ഞാനൊന്നും പണിതിട്ടില്ല ജാക്കേ. ഞാനവിടെ നിന്ന് കളിക്കാൻ പോയിട്ടോ. ഗെയിമാ GTA 5. എൻ്റെ പൊന്നെ, ഇവൻ GTA 5 കളിച്ചിട്ട് എത്ര നാളെന്ന് പറഞ്ഞോളൂ. ഞാൻ GTA 5ൻ്റെ PC ആവട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇതാട്ടോ. എന്തായാലും എൻ്റെ കമ്പ്യൂട്ടർ ഇതാട്ടോ. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞാൻ ഗൈസ് ഇവിടെ ചിലരുടെ ഒരു പടം കൊണ്ടുപോട്ടോ കേട്ടോ. എന്തായാലും അത് ആരുടെ ഒരു ഗെയിമറിൻ്റെ ആയിരിക്കും. ആ ഗെയിമറായിരിക്കും വല്ല സെറ്റ് ചെയ്തേ ഗൈസ്. നമുക്കെന്തായാലും ഒന്ന് PC എന്തൊക്കെയൊന്ന് നോക്കാം ഗൈസ്. നോക്കിയത് എന്നാ സെറ്റപ്പാണ് ഞാൻ ചെയ്ത് വെച്ചേക്കണമെന്ന്. നമ്മളെന്തായാലും നമുക്കൊന്നും നോക്കട്ടെ. എന്തായാലും നമ്മുടെ കീബോർഡ് നോക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കെന്തായാലും നോക്കട്ടോ ഗൈസ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ മെസ്സേജ് കൊണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യട്ടെ. എത്ര നാളായി എൻ്റെ പൊന്നളിയാ. എൻ്റെ അമ്മേ. എന്തായാലും ഗൈസ് നമ്മളെന്തായാലും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ കുറച്ച് സ്പേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും അറിഞ്ഞൂടാ എനിക്ക്. എന്തായാലും പണിയും കിട്ടിയില്ല സാമ്പത്തികമായി ഗൈസ്. ഇവിടെ ആയിട്ട് ബാത്റൂമാണ് കേട്ടോ. ഞാൻ തുറന്നു കാണിച്ചില്ല. എന്തായാലും അയ്യോ, എൻ്റെ ഇടയ്ക്ക് കയറി പോയാലോടാവേ. എൻ്റെ അമ്മേ, എൻ്റെ അമ്മോ, നീ അങ്ങനെ ഇറങ്ങും? എൻ്റെ അമ്മേ, ഇതിലിറങ്ങാൻ പോലും പറ്റണില്ല. എൻ്റെ പൊന്നളിയാ, ഇതിലൊന്നും കയറണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം. എൻ്റെ അതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്തായാലും മഴ വീണു കേട്ടോ. ഇതെന്നാന്ന് അറിഞ്ഞൂടാ.